അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിൽ ദീൻ അനുസരിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെട്ടു, ഒരു കുഴിയിൽ നിർത്തി. എന്നിട്ടോ അവന്റെ നെറുകയിൽ അറക്കവാള് വെച്ചു. എന്നിട്ടോ അവന്റെ ശരീരം രണ്ടായി പിളർത്തി. അവന്റെ എല്ലും മാംസവും ചിതറുമാറ് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടോ അവന്റെ ശരീരത്തിൽ ഈരുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, അതൊന്നും അവരെ അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ തെറ്റിച്ചു കളഞ്ഞില്ല. സഹോദരങ്ങളെ, ചെറിയ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴേക്കോ, ചെറിയ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോഴേക്കോ, ആരെങ്കിലും അതാ നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു എന്ന് കേൾക്കുമ്പോഴേക്കോ സുന്നത്തുകൾ അടിച്ചു വെക്കാൻ തോന്നുന്നുണ്ടോ? സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ തോന്നുന്നുണ്ടോ? ഇതാ ചരിത്രം, അതാ നെടുക്കെ പിളർത്തിയിട്ടും ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടോ മാംസം വലിച്ചു കീറിയിട്ടും അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ നമ്മുടെ മുൻഗാമികളെ അതൊന്നും തെറ്റിച്ചിരുന്നില്ല എന്ന ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ നല്ലവണ്ണം വരേണ്ടതുണ്ടോ? സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞില്ലേ, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഒരു നാട്ടിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു. വിശ്വസിച്ച ആളുകളെ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകളെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ടോ ഒരു കുഴിയിൽ നിർത്തിക്കൊണ്ടോ ചുട്ടു ചാമ്പലാക്കി കൊല്ലുന്ന ഒരു രാജാവ്. അത് കണ്ട് ആസ്വദിക്കുന്ന കിങ്കരന്മാർ. നോക്കൂ സഹോദരങ്ങളെ, അവർ ചെയ്ത കുറ്റം എന്താണ്? ആ പാവപ്പെട്ട ആളുകൾ ചെയ്ത കുറ്റം എന്താണ്? വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു കുറ്റവും ആ ആളുകൾ ചെയ്തിട്ടില്ല. ആ പാവപ്പെട്ട വിശ്വാസികളെ ക്രൂരനായ ഈ രാജാവ് കൊണ്ടുവന്നുകൊണ്ടോ കുഴിയിൽ നിർത്തിക്കൊണ്ടോ കത്തിച്ചു ചാമ്പലാക്കി കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, അതൊന്നും അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ പിന്മാറാൻ അവർക്ക് കാരണമായിട്ടില്ല. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ നമ്മൾ അടിയുറച്ചു ജീവിക്കുമ്പോ, അല്ലാഹുവിന്റെ ദീനിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുമ്പോ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. തീവ്രവാദി എന്ന ആളുകൾ വിളിക്കും, ഭീകരവാദി എന്ന ആളുകൾ വിളിക്കും, അതുപോലെ തന്നെ യാഥാസ്ഥികൻ എന്ന ആളുകൾ വിളിക്കും. പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ, സമൂഹത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ എന്ന ആളുകൾ വിളിച്ചേക്കും. ഒരിക്കലും സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ നിന്നോ പിന്മാറാൻ അതൊന്നും കാരണമാകരുത് എന്നതാണ് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്.